നമസ്കാരം. ഞാൻ വേണു മഹാദേവ്. നമ്മൾ നിലവിൽ ഇപ്പോൾ രാശി മാറ്റങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ പലരുടെയും ധാരാളം നമ്മുടെ ഇത് കാണുന്ന സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഇപ്പം നിലവിലെ അവസ്ഥ എന്താണ്. അപ്പോൾ അത് ബേസ് ചെയ്താണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മേടക്കൂറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വളരെ സന്തോഷം നിങ്ങളോട് പറയുന്നു. സത്യത്തിൽ നിങ്ങളുടെ എല്ലാം സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ നമുക്ക് തരുന്ന സപ്പോർട്ടും കൊണ്ട് ശരിക്കും ധാരാളം നല്ല ആത്മസുഹൃത്തുക്കൾ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. അതിന് നന്ദി. ഒപ്പം തന്നെ നമുക്ക് ഇനിയും നിങ്ങളുടെ ഈ സപ്പോർട്ട് സബ്സ്ക്രിപ്ഷനും ഉണ്ടാവണം. ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ മേടക്കൂറിനെ കുറിച്ചാണെന്ന് പറയുന്നത്. മേടക്കൂറെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവായിട്ട് അറിയാവുന്നത് ഈ ശനി മാറി, അതുപോലെ തന്നെ രാഹുകേതു മാറി. അപ്പോൾ മേടക്കൂറിന് എല്ലാവർക്കും ഇപ്പം മേടക്കൂറെന്ന് പറയുമ്പോൾ ഞാൻ നക്ഷത്രം പറയേണ്ട കാര്യമില്ല. സ്ഥിരം കേൾക്കുന്ന എല്ലാവർക്കും നക്ഷത്രങ്ങളെപ്പറ്റി നല്ല അറിവുണ്ട്. കാരണം അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം. അപ്പോൾ ഈ ഇത്രയും പേരെ സംബന്ധിച്ച് ഇപ്പം സമയം പൊതുവിൽ അത്ര അങ്ങോട്ട് നന്നല്ല എന്ന് ഇതുവരെയുള്ള വീഡിയോ കണ്ടവർക്കറിയാം. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അവർക്ക് 7ാം ശനി തുടങ്ങി. പിന്നെ വ്യാഴമാണെങ്കിൽ 3ലേക്ക്, അതായത് ഈ സപ്തഗ്രഹങ്ങളിൽ 3-ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത് ഏറ്റവും അനിഷ്ടമായിട്ടുള്ളൊരു ഗ്രഹം വ്യാഴമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ ഇനി രക്ഷപ്പെടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ ശുക്രൻ നിൽക്കുന്ന 2-ലാണ്. 2 പറയുന്നത് സ്വക്ഷേത്ര ബലവാനായിട്ട് നമ്മുടെ ധനം, അതുപോലെ തന്നെ ശുക്രനെ കൊണ്ട് നമുക്ക് സുഖ സൗകര്യങ്ങൾ, നമ്മുടെ ദാമ്പത്യം, കുടുംബം, ഇതൊക്കെ നമുക്ക് ഗുണകരമായി വരുന്നൊരു സമയമാണ്. അതായത് നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ 7ാം ശനിയല്ല എന്തൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് യാദൃച്ഛികമായി സുഖ അനുഭവങ്ങളുണ്ടായി വരും. ചില അകന്നിരുന്ന ആത്മബന്ധുക്കൾ, സുഹൃത്തുക്കൾ നിങ്ങളുമായിട്ട് വീണ്ടും അടുപ്പത്തിലേക്ക് വരും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. നമ്മൾ പുതിയ പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ പുതിയ ചില ബിസിനസ് കാര്യങ്ങളോ ആലോചിക്കുന്നവർക്ക് അതിൻ്റെ ഗുണം വരും. അതുപോലെ തന്നെ ഈ IT മേഖല, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ, അതായത് നമ്മൾ പറയില്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ റോബോട്ടിക് എൻജിനീയറിങ്, ഇതുപോലുള്ള ഏറ്റവും അത്യാധുനികമായ ഇനി അടുത്ത വേൾഡിന് വേണ്ടുന്ന രീതിയിലുള്ള ന്യൂജന് വേണ്ടുന്ന രീതിയിലുള്ള പഠനങ്ങൾ നടത്താനും അതിൽ പഠിക്കുന്നവർക്കും പഠിച്ച് നിൽക്കുന്നവർക്കും ജോലി കിട്ടാനും അവരുടെ ജീവിതത്തിലും ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മൾ മേടക്കൂറുകാരെല്ലാവരും അശ്വതി, ഭരണി എല്ലാം അങ്ങ് വളരെ മോശമാണെന്ന് വിചാരിച്ചു കളയരുത്. പിന്നെ മറ്റൊന്ന്, അവർക്ക് വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ 5ലേക്കാണ് കേതു വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കേതു 5ൽ വരുമ്പോൾ കേതു എപ്പോഴും നമുക്കുള്ള കാര്യങ്ങളിൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളെ മുറിക്കും. അതായത് നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോയിട്ട് അത് വേണ്ട എന്ന് തോന്നിക്കളയും. അങ്ങനെ ചെയ്യരുത്. നമ്മളെല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സമയമാണ്. ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളെപ്പോഴും ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത് നമുക്ക് ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആത്മാർത്ഥ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മളെ അവർക്ക് തുല്യം കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെയാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുമായിട്ട് ഒന്ന് ആലോചിച്ച് അവരുടെയും കൂടെ ബുദ്ധിയിൽ തെളിയുന്നത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ. അത് പഠന വിഷയത്തിലാവട്ടെ, ജോലിയുടെ കാര്യത്തിലാവട്ടെ, ജോലി മാറുന്ന കാര്യത്തിലാവട്ടെ, ഇതൊക്കെ നമുക്ക് കുറേ ഗുണം ചെയ്യുന്നൊരു സമയമാണ്. ഇനി മറ്റൊന്ന്, മേടക്കൂറുകാർക്ക് ഇപ്പം അവരുടെ ശരിക്കും പറഞ്ഞാൽ 4ൽ പഠന സ്ഥലത്താണ് ബുധൻ നിൽക്കുന്നത്. അപ്പം ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച്, അശ്വതി, ഭരണിക്കാരെ സംബന്ധിച്ച് പുതിയ പഠനങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ വിജയവും ഒക്കെ വരുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കാൻ ഏറ്റവും നല്ല സമയമാണ്. അതായത് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ. നേരത്തെ നമ്മൾ ചിന്തിച്ചതെന്ന് വെച്ചാൽ 7ാം ശനിയും വ്യാഴം 3-ലൊക്കെ പോകുമ്പം നിലവിലുള്ള നമ്മളെ ധനസ്ഥിതിയിലും മറ്റുമൊക്കെ കുറച്ച് ബ്ലോക്ക് വരാം, അല്ലെങ്കിൽ അതിൽ കൈകാര്യം ചെയ്യുമ്പം സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ബുദ്ധിപരമായ കാര്യങ്ങളിൽ ബുദ്ധി കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റുന്നൊരു സമയമാണ്. കാരണം ബുധൻ നമ്മളെ സഹായിക്കുന്ന സ്ഥാനത്താണ്. ഇനി അത് 5ലേക്കാണ് അടുത്ത മാറുന്നത്. അതും ഗുണമാണ്. 5 പ്രജ്ഞ, മേധ, പ്രതിഭ, വിവേകം. അതായത് നമ്മുടെ
നല്ല കാര്യങ്ങൾ ആലോചിച്ച് വിവേകപൂർവ്വം ചിന്തിച്ച് യുക്തിപൂർവ്വം ചിന്തിച്ച് നടപ്പിലാക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പം പുതിയ പുതിയ ബിസിനസ് ഐഡിയകൾ, പുതിയ പുതിയ നമ്മുടെ ജീവിതത്തിലെ പഠനങ്ങൾ, പുതിയ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ 5-ലാണ് ഇപ്പോൾ ആര് നിൽക്കുന്നത്? ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വയുടെ കൂടെ ആരാ നിൽക്കുന്നത്? കേതുവാണ്. കുജവത് കേതു എന്നാണ്. അപ്പോൾ ഇരട്ട ചൊവ്വ നിൽക്കുന്ന അതിന് തുല്യമാണ്. 5-ലായതുകൊണ്ട് ഒരു കാര്യമുള്ളത്, 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തീരുമാനം എടുക്കുന്നതിലും പുതിയ പുതിയ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് നമുക്കൊരു അനുകൂലമായിട്ട് വരുന്നൊരു കാര്യം നമ്മൾ ചിലപ്പോൾ അത് സംശയദൃഷ്ടി അത് വേണ്ടാന്ന് വയ്ക്കും, പിന്നീട് അത് ഗുണം ചെയ്യും. അതുകൊണ്ട് അത് നമുക്ക് വേണ്ടപ്പെട്ടവരോട് ചിന്തിക്കണം. രണ്ടാമത്തത്, അവിടെ ഈ ചൊവ്വ നിൽക്കുമ്പോൾ ചൊവ്വയുടെ ഒരു ബലം കൊണ്ട് 5 എന്നുള്ള നമ്മൾ ബുദ്ധിപരമായിട്ട് ഇടപെട്ടാൽ റിയൽ എസ്റ്റേറ്റ് പോലുള്ള അല്ലെങ്കിൽ ഭൂമിപരമായ ഇടപാടുകളിൽ ചൊവ്വയും കൂടെ ആയതുകൊണ്ട്, പിന്നെ നമ്മുടെ ചില എന്താ പറയുക കേസ് വഴക്ക് കാര്യങ്ങളൊക്കെ അതിനകത്ത് നയപരമായിട്ട് ഒത്തുതീർപ്പിന് സൗകര്യം ഉണ്ടായി വരാതെ നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ അന്യരുടെ കാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെട്ടോ ജാമ്യം നിന്നോ കേസ് വഴക്കുകൾ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ മധ്യസ്ഥത നിന്നോ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിയമപ്രശ്നങ്ങൾക്ക് പോകരുത് നമ്മൾ. അഥവാ നിലവിലുള്ളത് നമുക്കത് അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരം വരുന്നത് ഉപയോഗപ്പെടുത്തുകയും വേണം. അപ്പോൾ മൊത്തത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും മോശം സമയമല്ല. ഭാവിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഗുണപരമായിട്ട് നീക്കുകയും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ്, വിവാഹം, അതുപോലെ തന്നെ നമ്മളെ പുതിയ പുതിയ നല്ല സൗഹൃദങ്ങൾ, ബന്ധങ്ങളെല്ലാം ഊട്ടിയുറപ്പിച്ച് അതിലൂടെ ഭാവിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. അതിന് തീർച്ചയായിട്ടും നിങ്ങൾ മുൻകൈ എടുക്കണം. തീർച്ചയായിട്ടും മേടക്കൂറുകാർക്ക് എന്താ പറയുക, ഈ ഏഴരശനി തുടങ്ങിയെന്ന് വെച്ചാൽ അമ്പേ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ജാതകത്തിൽ ഏഴരശനിയൊക്കെ തുടങ്ങിയെങ്കിലും ശനി നല്ല സ്ഥാനത്താണെങ്കിൽ ഒരുപാട് ശനി ഗുണം ചെയ്യും കേട്ടോ. ശനി ഒരു ഈശ്വരനാണ്, നമ്മളെ കറക്റ്റിങ് ഇതാണ്, ദോഷം ചെയ്യത്തില്ല. അപ്പോൾ ശനി നിങ്ങളുടെ ജാതകാലം എങ്ങനെയെന്നും കൂടെ നോക്കിയിട്ട് ശനിയെ ഒന്ന് പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾക്ക് ഗുണകരമാണ്. തീർച്ചയായിട്ടും മേടക്കൂറുകാർക്ക് എല്ലാ നന്മകളും വരും. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. എനിക്ക് ഒന്നുകൂടി എടുത്തു പറയാനുള്ളത്, ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല, കാരണം ഒരുപാട് ആത്മമിത്രങ്ങൾ എന്നെ ഒരുപാട് വിളിക്കുന്നതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല, കാരണം സമയം തികയുന്നില്ല. പിന്നെ എനിക്ക് ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുമായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്നവരും കൺസൾട്ട് ചെയ്യുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും നിങ്ങൾ നിരന്തരമായി എന്നെ റിമൈൻഡ് ചെയ്യുക. കാരണം ഒരു ദിവസം 2-3 ജാതകത്തിൽ കൂടുതൽ എനിക്ക് നോക്കാൻ പറ്റില്ല. കാരണം ഒരു ജാതകം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കുന്നത്. അത് തന്നെ 2-3 മണിക്കൂർ വേണം. അതുകൊണ്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ കഴിയുന്നവർ മാത്രമേ എന്നെ വാട്സാപ്പിൽ കൂടി കോൺടാക്റ്റ് ചെയ്യാവൂ. അങ്ങനെ ആവട്ടെ. എല്ലാവർക്കും നല്ലതേ വരൂ. നിങ്ങളുടെ ഈ സപ്പോർട്ട് എന്നും ഉണ്ടാവണം ആത്മമിത്രങ്ങളെ. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.